നമ്മുടെ പ്രവാസിയുടെ ദേശീയ ഭക്ഷണം കുബൂസ് ഉണ്ടാക്കണ കണ്ടോ? ഇതാണ് കുബൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. മേയർ ഉണ്ടായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക്. ഞാനുള്ളത് നമ്മളെ ലുലുവിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് കയറി വെക്കാം. ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആട്ടോ, ഞാൻ കാണിച്ചു തരാം ബ്ലോക്കിൻ്റെ ഒരു സീന്. അതുകൊണ്ടാ മൊത്തം പ്രശ്നമാണ്, ബ്ലോക്കായിട്ട്. അപ്പോൾ ഉദ്ഘാടനം ഓൾറെഡി കഴിഞ്ഞാണ് ഇന്നലെ. അപ്പോൾ ഇന്ന് ഭയങ്കരമായ തിരക്കാണ്, ഒരു രക്ഷയില്ല എന്ന് വേണേൽ പറയാം. എന്താ ചെയ്യുക? അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് വിശാലമായ സംഭവമൊന്നുമില്ല, ഒരു ചെറിയൊരു മാളിൻ്റെ ഉൾവശം പോലെ തോന്നി. പക്ഷെ അതിൻ്റെ ഉള്ളത്തെ ഷോപ്പുകളൊക്കെ അത്യാവശ്യം വിസ്തീർണമുള്ള ഷോപ്പ്. കൂടുതലും ലുലു മാളിൻ്റെ ഐറ്റംസ് തന്നെയാണ്, ഓരോ ഓൺ ബ്രാൻഡുകളും ലുലു ഫാഷൻ സെൻ്ററൊക്കെ ഉള്ളത്. അങ്ങനെ കൂടുതൽ ബ്രാൻഡുകളൊന്നും ഇനിയിപ്പോൾ ഓപ്പൺ ആയിട്ടാണെന്ന് അറിയില്ല. മൂന്ന് നിലകളെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഫുഡ് കോർട്ടൊക്കെ എനിക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് കോർട്ടായിട്ട് തോന്നി. അങ്ങനെ കളിക്കാനെന്നുള്ള ഒരു ഒപ്പിച്ച പോലെ തോന്നി. എൻ്റെ മാത്രം തോന്നണമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ആളുകൾ, നല്ല തിരക്കുണ്ടല്ലോ. നിങ്ങൾ ഈ കാണുന്ന തിരക്ക് തന്നെ കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്. വന്ന ദിവസത്തെ ഈ തിരക്ക് എനിക്ക് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് ഉണ്ടാവണമെന്നില്ല. എല്ലാവരും അത് എന്താണ് ലുലു മാളെന്ന് കാണാൻ വേണ്ടി വന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. ഈ കാണുന്ന എല്ലാവരും ലുലു സൂപ്പർ മാർക്കറ്റിലേക്കാട്ടോ പോകുന്നത്. എനിക്ക് തോന്നുന്നു സാധനങ്ങളുടെ ഓഫറൊക്കെ ഉണ്ടോ എന്നാ തോന്നിയത്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഈ തിരക്ക് കാണുമ്പം പാവം ചെറുകിട കച്ചവടക്കാരൊക്കെ പൂട്ടിപ്പോവല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. സാധനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പാക്കറ്റാക്കി വെച്ചത് കാണാൻ തന്നെ ഭയങ്കര രസമാട്ടോ. ഓരോരോ എല്ലാ സാധനവും ഉണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ട്. നമ്മളെ ചിപ്സാണ് ഉള്ളത്, ചിപ്സ്, മിക്സർ, കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നൊരു കാര്യം, സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സാധനവും, ഈവൻ ചക്കക്കുരു വരെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള നമ്മൾ കാണാത്ത തരം എല്ലാ ഐറ്റംസും, പൊടിച്ചതും പൊടിക്കാത്തതും വറുത്തതും എല്ലാം ഇവിടെ ഉണ്ട്. അതൊരു വലിയൊരു സംഭവം. അരിയല്ലേ, നെല്ലുത്തരി അരികളല്ലേ? ഇതെന്താ സാധനം?
350 അല്ല പുറത്ത് അല്ലേ? 350 വെക്കുന്നു. 379. തക്കാളി 19 റുപ്യ അല്ലേ? പുറത്ത് 25 അല്ലേ? പച്ച ഇതൊന്ന് ഗ്രീൻ തക്കാളി 29, 36, 51 അല്ലേ? അടിയിലുണ്ട്. അടിയിൽ പിന്നെ അവിടെ കളേഴ്സ് പലതരം. ടർക്കിഷ് കേക്ക് 515. നമ്മളെ കുബൂസ് എന്താ വില? കുബൂസ് എന്താ വില? 34 റുപ്യ പാക്കറ്റ്. ഇതെത്ര ഉണ്ട്? എത്ര? 4 പീസ്? 6 പീസ്. പഴയ ഓർമ്മ വീണ്ടും. ഐറ്റം സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്താണാവോ? ഇതെന്താ സാധനം? ഇത് മറ്റേ ആമന്റെ സാധനം മനസ്സിലാണ്ട്. ഇതിന് 166 ആട്ടോ. ഒരു 320. കരിമീൻ 520. കൂന്തളെത്ര? 435. സാധാരണക്കാരൻ്റെ അയില 290. നെത്തൽ 160. 580. കക്കിറച്ചി 240. തരാം. രാമാവലി 170. കിഡ്നി ലെൻസ്. ഇതെന്താ? ബോട്ടില്ലേ? നമ്മളെ മട്ടൻ, അതായത് ആടിൻ്റെ എല്ലാ ആന്തരിക പാർട്സുകളാണ് ഇട്ടത്. അങ്ങനെ ലുലു മാളിൽ കയറി ഇറങ്ങി. അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ല, പക്ഷേ ഭയങ്കര തിരക്കാണ്. ഏരിയ വളരെ കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റൻ. പക്ഷേ പാർക്കിംഗ് ഒക്കെ ഉഷാറാണ്, സാധനങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പം ലുലു മാളിൻ്റെ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഇതാണ്. ഞങ്ങളിങ്ങനെ കണ്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.